യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിന്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ദൈവമാണെന്നും അങ്ങ് കർത്താവാണെന്നും അങ്ങ് ലോകത്തിൻ്റെ ഏക രക്ഷകനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ വലിയ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യേശു ആരിലും വലിയവൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ശാലോം പ്രേക്ഷകരുടെ മേലും ആത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം, സൗഖ്യത്തിൻ്റെ വലിയൊരു പ്രവാഹം ഇന്ന് ഉണ്ടാകുവാൻ യേശുവേ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയുടെ കരം നീട്ടണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. നമുക്ക് ദൈവസന്നിധിയിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. കർത്താവായ യേശുവേ, സ്വർഗത്തിൽ നിന്ന് ആത്മാവിൻ്റെ അഗ്നി ഞങ്ങളുടെ മേൽ അയക്കണമേ. ഒരു പുതിയ ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള നിരാശകളും ദുഃഖങ്ങളും വേദനകളും ഭാരങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. ജീവിതത്തിൽ നഷ്ടമായതിനെ ഓർത്തുള്ള എല്ലാ സങ്കടങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. ജീവിതത്തിൻ്റെ തകർച്ചകളിലൂടെയുള്ള വേദനകളെ അങ്ങ് ഏറ്റെടുക്കണമേ. യേശുവേ, ഒരു പുതിയ അഭിഷേകത്തിലേക്ക്, ഒരു പുതു ചൈതന്യത്തിലേക്ക് ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ഈ അടുത്ത നാളിൽ പത്രത്തിൽ വായിച്ച ഒരു വാർത്തയാണ്. ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഉണ്ടായ തകർച്ച, ആ സാമ്പത്തിക തകർച്ചയുടെ അവസാനത്തിൽ മാനുഷികമായിട്ട് പിടിച്ചു നിൽപ്പിന് സാധിക്കാതെ വന്നപ്പോൾ ആ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 പിഞ്ചു കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തു. പത്രത്തിൽ ഈ വാർത്ത വായിച്ചു. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഓരോ ദിവസവും നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സാമ്പത്തിക
തകർച്ച ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന വ്യക്തികൾ. ദൈവത്തിൻ്റെ വചനം നമുക്ക് വലിയ ഒരു പ്രത്യാശയുടെ വചനം ഇന്ന് നൽകുകയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം, മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നു, ഇതിൽ നിനക്ക് ആദി വേണ്ട. നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക, അവിടുത്തേക്ക് പ്രീതികരമായത് മാത്രം അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ബിസിനസ് തകർന്നവര്, സാമ്പത്തികമായി തകർന്നവര്, ജീവിതത്തിൽ അധ്വാനിച്ചത് മുഴുവൻ കൈവിട്ടുപോയവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പ്രത്യാശയുടെ വചനം നൽകി അനുഗ്രഹിക്കുക. നിന്റെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ, ജീവിതത്തിൽ ഒരായുസ് മുഴുവൻ നേടിയത് മുഴുവൻ നിനക്ക് നഷ്ടപ്പെട്ടാലും ദൈവമായ കർത്താവിന് നിന്നെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിനക്ക് അഭിവൃദ്ധി നൽകുവാൻ, നിന്റെ മക്കളെ, തലമുറകളെ അനുഗ്രഹിച്ച് ഉയർത്തുവാനായിട്ട് യേശുവിന് സാധിക്കും. മകനെ, നീ ദരിദ്രനായി തീർന്നു, അതോർത്ത് വിഷമിക്കേണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതോർത്ത് നീ സങ്കടപ്പെടേണ്ട. സാമ്പത്തിക നഷ്ടങ്ങളെ ഓർത്ത്, കടഭാരങ്ങളെ ഓർത്ത് നീ നിന്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങ്. നമ്മുടെ ഈ ആയുസ്സിൽ നമ്മൾ നേടിയതൊക്കെ നമ്മുടെ അധ്വാനം കൊണ്ട് നേടിയതല്ല. അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് തെറ്റിപ്പറ്റുപോയോ? നമ്മൾ എന്തൊക്കെ നേടിയോ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയത. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബിസിനസ്, നമ്മുടെ കൃഷിഭൂമികൾ, നമ്മുടെ ഭവനങ്ങൾ, ജോലി, വിദ്യാഭ്യാസം, ബുദ്ധിശക്തി, കഴിവ്, മക്കൾ, എന്തൊക്കെ ദൈവം നിനക്ക് തന്നോ അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവിലേക്ക് നീ ആദ്യം കടന്നു വരിക. ദൈവം ദാനമായി നൽകിയതിനെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. കരങ്ങളൊന്ന് ഉയർത്തിക്കേ. നിന്റെ ദൈവത്തെ, നിന്റെ സൃഷ്ടാവിനെ, നിന്റെ രക്ഷകനെ, യേശുവിനെ ഒന്ന് സ്തുതിച്ചേ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. കടബാധ്യതകളെ ഓർത്ത് സ്തുതിക്കുന്നു. തകർച്ചകളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ബിസിനസ്സിലെ പരാജയം, സാമ്പത്തിക മേഖലയിലെ തകർച്ചകൾ, കൃഷിഭൂമിയിലെ തകർച്ചകൾ, കർത്താവേ, എവിടെ തിരിഞ്ഞാലും നഷ്ടങ്ങളുടെ കണക്കേ എൻ്റെ കൈവശമുള്ളൂ. ദൈവമേ, അവയെല്ലാം നിന്റെ തിരുമുമ്പിലേക്ക് ഞാൻ ഉയർത്തുന്നു. ഒരു പുതിയ തുറവി, പുതിയ വാതിൽ എനിക്കായിട്ട് തുറന്നു തരണമേ. ഹല്ലേലൂയ. നന്ദി പറയുന്ന ഈശോയെ, നഷ്ടങ്ങളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത്, കടഭാരങ്ങളെ ഓർത്ത്, ജീവിത വിഷമങ്ങളെ ഓർത്ത്, മനസ്സിൻ്റെ ടെൻഷൻ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, നിന്റെ സമാധാനം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കരമടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. സമ്പത്ത് നഷ്ടപ്പെട്ടു, ബിസിനസ് പൊളിഞ്ഞു, മുൻപിൽ വഴികളൊന്നുമില്ല, വീട്ടിൽ അരി വാങ്ങാൻ പോലും നിവൃത്തിയില്ല. അത്രമാത്രം ഒരുപക്ഷേ നീ ഇന്ന് ദരിദ്രനായിരിക്കാം. പക്ഷേ നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. വചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക, നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക. സാമ്പത്തികമായിട്ട് തകർന്നവർ, ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം അനുഭവിക്കുന്നവർ, എന്നും എവിടെയും പരാജയത്തിലായിരിക്കുന്നവർ, അവരോട് കർത്താവ് പറയുന്നു, നീ ദൈവഭക്തി ഉള്ളവനായിരിക്കുക. എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവത്തോടുള്ള ഭക്തി ഉപേക്ഷിച്ചിട്ട് നീ മറ്റൊന്നിനും പോകരുത്. ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ
എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വ്യക്തിയാ. പഠിത്തത്തിൽ വേണ്ടവണ്ണം ശ്രദ്ധിച്ചില്ല, ഉഴപ്പി, കൂട്ടുകൂടി നടന്നു, പരീക്ഷകളിൽ പരാജയപ്പെട്ടു. ഇന്ന് അവൻ ദേവാലയത്തിൽ പോകത്തില്ല, അവന് ദൈവഭക്തിയില്ല, അവന് പ്രാർത്ഥനയില്ല. അവൻ്റെ അമ്മ സങ്കടപ്പെട്ട് കരയുക. അവൻ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥന അവസാനിപ്പിച്ചു, വിശുദ്ധ കുർബാന മുടക്കി, താല്പര്യമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അവൻ തന്നെ മുറിച്ചു മാറ്റുകയാണ്. അങ്ങനെയുള്ളവർ ഓർത്തുകൊള്ളുക, നീ എത്ര മിടുക്കനായിക്കൊള്ളട്ടെ, ആരോഗ്യമുള്ളവനോ സൗന്ദര്യമുള്ളവനോ ബുദ്ധിശക്തി ഉള്ളവനായിക്കൊള്ളട്ടെ, ജീവിതത്തിൽ നീ വിജയത്തിലെത്തത്തില്ല. ദൈവത്തെ മാറ്റി നിർത്തി ദൈവിക കാര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ജീവിച്ചാൽ നിന്റെ ജീവിതം തകർച്ചയുടെ പടുകുഴിയിൽ എത്താനായിട്ട് പോകുക. എന്തൊക്കെ തകർച്ച ഉണ്ടായാലും ദൈവഭക്തിയെ മുറുകെ പിടിക്കുക. നിന്റെ കർത്താവിനെ നീ മുറുകെ പിടിക്കുക. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങത്തില്ല. നിന്റെ കാൽ വഴുതി വീഴുവാൻ, നീ തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നിനക്കെല്ലാം നഷ്ടപ്പെട്ടാലും നീ തകർന്നു പോകുവാൻ യേശു അനുവദിക്കത്തില്ല. സമ്പത്ത് തീർന്നോ, ദാരിദ്ര്യമായോ, പട്ടിണിയായോ, നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ കാൽ വഴുതി തറപറ്റി തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങത്തില്ല. നിന്നെ കാക്കുന്ന നിന്റെ കർത്താവ്, നിന്റെ യേശു നിന്റെ കൂടെയുണ്ട്. നിന്നെ സഹായിക്കുവാൻ അവൻ നിന്നെ വിട്ടുപേക്ഷിക്കത്തില്ല. ഈ വിശ്വാസത്തിലേക്ക്, ആഴമായ ദൈവഭക്തിയിലേക്ക് വരണം. സാമ്പത്തികമായിട്ട് തകർന്നവർ, എല്ലാം തീർന്നവർ കൂടുതൽ ദൈവഭക്തിയിൽ ആശ്രയിച്ച് അധ്വാനിച്ചു തുടങ്ങുക. നിന്റെ മുൻപിൽ അടയ്ക്കപ്പെട്ട വഴികൾ യേശു ഇതാ തുറക്കുവാനായിട്ട് പോകുക. ആര് നിന്റെ മുൻപിൽ വഴി അടച്ചാലും അവൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. നിന്റെ പണപ്പെട്ട് ഇന്ന് ശൂന്യമാണെങ്കിൽ ആ പണപ്പെട്ട് നിറയ്ക്കുവാൻ നിനക്കും നിന്റെ മക്കൾക്കും തലമുറയ്ക്കും ആവശ്യമായത് തരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്, നീ ദൈവഭക്തി ഉള്ളവൻ ആയിരിക്കുക, നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. പാപം ചെയ്യരുത്. ഒരു കുഞ്ഞു പാപം പോലും ചെയ്യാതെ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കാമോ അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, യേശുവിനെ സ്നേഹിച്ചുകൊണ്ട്, അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നിനക്ക് ഒന്ന് മുൻപോട്ട് പോകാൻ തയ്യാറുണ്ടോ? അങ്ങനെയെങ്കിൽ നിന്റെ ശൂന്യമായ പണപ്പെട്ടി അത് നിറയ്ക്കുവാൻ നിന്റെ ദൈവം കരങ്ങളെ നീട്ടാനായിട്ട് പോകുക. നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അവിടുത്തേക്ക് പ്രീതികരമായത് മാത്രം അനുഷ്ഠിക്കുക. നിന്റെ ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളത് മാത്രമേ നീ ചെയ്യുവാൻ പാടുള്ളൂ. എല്ലാം തകർന്ന് ദരിദ്രരായി തീർന്നവർക്ക് കർത്താവ് തരുന്ന ഒരു നിർദ്ദേശം ഇതാണ്: നിന്റെ ദൈവത്തിന് എന്ത് പ്രീതികരമായിട്ടുണ്ടോ അതേ നീ ചെയ്യാവുള്ളൂ. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാനായിട്ട് പോകുക. അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായിട്ട് തന്നിരിക്കുന്ന, ദൈവത്തിൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെട്ട, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട വചനം, ഈ വചനത്തിന് മാറ്റമില്ല. വചനം ഹൃദയത്തിൽ വിശ്വസിക്കണം, വചനത്തെ ഏറ്റെടുക്കണം. ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നിന്റെ ദാരിദ്ര്യത്തെ മാറ്റി നിന്നെ അനുഗ്രഹിക്കുവാൻ കർത്താവായ ദൈവത്തിന് സാധിക്കും. എല്ലാം നഷ്ടപ്പെട്ടുവെന്നോർത്ത് നിരാശയിലും ദുഃഖത്തിലും നീ ജീവിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ടാലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. നിന്റെ ബുദ്ധിയിൽ, നിന്റെ ചിന്തയിൽ വഴികളില്ല. നിന്റെ മുൻപിൽ ഒരു വഴിയുമില്ലായിരിക്കാം, പക്ഷേ
നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിൻ്റെ മുൻപിൽ, രക്തം തന്നു നിന്നെ വിലയ്ക്ക് വാങ്ങിയ യേശുവിൻ്റെ മുൻപിൽ വഴികൾ ഉണ്ടെന്ന് നീ തിരിച്ചറിയണം. നിന്റെ മുൻപിൽ അടയ്ക്കപ്പെട്ട വഴികളെല്ലാം യേശു ഇപ്പോൾ ഇന്ന് തുറക്കാനായിട്ട് പോകുക. നീ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചത്. ഒന്ന്, നീ ദൈവത്തോട് എന്നും എപ്പോഴും ഭക്തി ഉള്ളവനായിരിക്കണം. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കണം. ദൈവഭക്തിയിൽ അടിയുറച്ചു നിൽക്കണം. വിശ്വാസത്തിൽ നിന്ന് ആർക്കും നിന്നെ പുറകോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കരുത്. ഉറച്ചു നിൽക്കുക, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നീ പാപം ചെയ്യരുത്. ഒരു പാപത്തിൻ്റെ മേഖലകളിലോ പാപത്തിൻ്റെ കൂട്ടുകെട്ടിലേക്കോ നീ പോകുവാനായിട്ട് പാടില്ല. ഈ അടുത്ത നാളിൽ ഒരു സഹോദരി എന്നോട് പങ്കുവെച്ചൊരു അനുഭവമാണ്. സാമ്പത്തിക മേഖലയിലൊക്കെ കുറേ തകർച്ച ഉണ്ടായി. ഭർത്താവിൻ്റെ ബിസിനസ്സൊക്കെ അത്ര മെച്ചമില്ല, എന്തോ ഒരു ചെറിയ ബിസിനസ്സൊക്കെയാണ്. അതിന് സംഭവിച്ച കാര്യം ഇതാണ്, അദ്ദേഹം കൂട്ടുകാരോടൊപ്പം മദ്യപാനവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് തകർച്ച ഉണ്ടായത്. തകർച്ചയെക്കുറിച്ച് ബോധ്യമായിട്ടും ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവഭക്തിയിലേക്ക് തിരിയുവാൻ, കൂദാശ ജീവിതത്തിലേക്ക് തിരിയുവാൻ ആ മനുഷ്യന് മനസ്സില്ല. ആ സഹോദരി പറയുകയാണ്, ഇന്ന് എൻ്റെ ഭർത്താവ് മദ്യത്തിന് അടിമയാണ്, നടത്തിയിരുന്ന ബിസിനസ് സ്ഥാപനം പൂട്ടി, ഇന്ന് ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത അവസ്ഥയില്ല. പക്ഷേ അദ്ദേഹം കൂട്ടുകാരും കൂടി മദ്യപാനവും ഇങ്ങനെ ജീവിതം മുൻപോട്ട് നീക്കിക്കൊണ്ടിരിക്കുക. ഇതൊരിക്കലും സംഭവിക്കരുത്. എന്ത് നഷ്ടം വന്നാലും, എന്ത് തകർച്ച വന്നാലും മദ്യപാനത്തിലേക്ക്, തെറ്റായ കൂട്ടുകളിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോകുവാൻ പാടില്ല. നമുക്ക് തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ദൈവഭക്തി ഉള്ളവരുമായിട്ട് വേണം നമ്മൾ കൂട്ടുചേരുവാൻ. നമുക്ക് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം. ചിലർ ചോദിക്കുന്നു, എന്തിനാണ് ധ്യാനം കൂടുന്നത്? ഈ ധ്യാനം പാപികൾക്കുള്ളതല്ലേ? ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ധ്യാനം കൂടാൻ ആവശ്യമില്ല എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്. അവർക്ക് തെറ്റിപ്പോയി. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്, അനുഗ്രഹിക്കപ്പെടുന്നത്. ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പോകണം. ശാന്തമായിട്ട്, സ്വസ്ഥമായിട്ട് ഏതെങ്കിലും ഒരു ധ്യാന സെൻ്ററിൽ പോയിരുന്ന് 5 ദിവസം വചനമൊക്കെ കേട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് കർത്താവ് കരുണ കാണിക്കും. കർത്താവ് വഴികളെ തുറന്നു തരും. ഉറപ്പാണ്. അവൻ വഴി അടയ്ക്കുന്ന ദൈവമല്ല, വഴി തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ചെങ്കടലിൻ്റെ മധ്യത്തിൽ വഴി തുറന്ന ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. നിന്റെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നീ പതറി നിൽക്കരുത്. ദൈവ ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. പാപം ചെയ്യരുത്. ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുവാൻ എപ്പോഴും നിന്റെ മനസ്സ് ദാഹിക്കണം, മനസ്സ് കുതിച്ചുകൊണ്ടിരിക്കണം, മനസ്സ് തുടിക്കണം. എൻ്റെ ദൈവത്തിന് പ്രീതികരമായത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. തീരുമാനമെടുക്കുക. എൻ്റെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതേ ഞാൻ ജീവിതത്തിൽ പ്രവർത്തിക്കൂ, ഞാൻ ജീവിതത്തിൽ ചിന്തിക്കൂ, പറയൂ എന്ന് തീരുമാനമെടുക്കുക. നിന്റെ യേശുവിന് ഏറ്റവും പ്രീതികരമായതേ നീ ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്താലോ നിനക്ക് വലിയ സമ്പത്ത് കൈവരും എന്നാണ് ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. ഉറപ്പാണിത്. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, എല്ലാം സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരുന്നു. നീ തകർന്നെങ്കിൽ നിന്നെ പണിതുയർത്തുവാൻ ശക്തനായവൻ നിന്റെ കൂടെയുണ്ട്. വഴികൾ നിനക്ക് വേണ്ടി കർത്താവ് തുറക്കും. നീ എത്ര ദരിദ്രനായി 0 ആയാലും ആ 0യിൽ നിന്ന് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ നിന്റെ കർത്താവായ യേശുവിന് സാധിക്കും. ദൈവ ഭക്തിയിലേക്ക് നീ മടങ്ങി വരിക. ഒരിക്കലും സമ്പത്തിൽ നമ്മൾ ആശ്രയിക്കുവാനായിട്ട് പാടില്ല.
സങ്കീർത്തനം 109:16-17 ഇങ്ങനെയാണ് പറയുന്നത്. എന്തെന്നാൽ കരുണ കാണിക്കാൻ അവൻ ഓർത്തില്ല, മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്ന് ഉപദ്രവിച്ചു. ഒരിക്കലും നമ്മൾ ദരിദ്രരെയോ വേദനിക്കുന്നവരെയോ അഗതികളെയോ ഉപദ്രവിക്കാൻ പാടില്ല. ദരിദ്രരോട് നമ്മൾ കരുണ കാണിക്കണം. പ്രത്യേകിച്ച് സമ്പത്തുള്ളപ്പോൾ സമ്പത്ത് കൊടുത്തു തന്നെ, കൈവിട്ട് കൊടുത്തു തന്നെ നമ്മൾ ദരിദ്രരോട് കരുണ കാണിക്കണം. അവന് ശപിക്കുക ഇഷ്ടമായിരുന്നു, ശാപങ്ങൾ അവൻ്റെ മേൽ പതിക്കട്ടെ. അനുഗ്രഹിക്കാൻ അവന് ഇഷ്ടപ്പെട്ടില്ല, അത് അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. അവൾ സമ്പത്തുള്ളപ്പോൾ അഹങ്കരിച്ച് ദരിദ്രരെ, പാവപ്പെട്ടവരെ, അഗതികളെ, വിധവകളെ ഒക്കെ ദ്രോഹിച്ചാൽ അത് ദൈവസന്നിധിയിൽ ഏറ്റവും ഗൗരവമേറിയ പാപം തന്നെയാണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. നമ്മൾ സമ്പത്തുള്ളപ്പോൾ കൈ അയച്ചു തന്നെ ദരിദ്രരെ സഹായിക്കാൻ, ദൈവരാജ്യ ശുശ്രൂഷയ്ക്കൊക്കെ കൊടുക്കാനായിട്ട് മനസ്സ് കാണിക്കുക. അത് നിനക്കും നിൻ്റെ തലമുറകൾക്കും അനുഗ്രഹമായിട്ട് മാറാനായിട്ട് പോവുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 23:4-5. സമ്പത്ത് നേടാൻ അമിതാധ്വാനം ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം നീ കാണിക്കുക. തെറ്റായ മാർഗങ്ങളിൽ, അനീതിയുടെ മാർഗങ്ങളിൽ പണം സമ്പാദിക്കാനായിട്ട് നീ പരിശ്രമിക്കരുത്. അങ്ങനെയുള്ള വഴികളിലേക്ക് ഒരിക്കലും പോകുവാനായിട്ട് പാടില്ല. സമ്പത്തിൻ്റെ മേൽ കണ്ണുവയ്ക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും. കഴുകനെ പോലെ ചിറക് വെച്ച് ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നു പോകും. അവിടെ സാമ്പത്തിക തകർച്ച ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. അതുകൊണ്ട് സമ്പത്തുള്ളപ്പോൾ ഒരിക്കലും അഹങ്കരിക്കരുത്. സമ്പത്തും ആരോഗ്യവും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സഹോദര, കർത്താവിലേക്ക് നീ തിരിച്ചു വരിക. സമ്പത്ത് ന്യായമായിട്ട് ഉപയോഗിക്കുക. അധ്വാനിച്ച് സമ്പാദിക്കുന്നതിന് തെറ്റില്ല. നേർവഴിയിൽ പണം സമ്പാദിക്കാം, തെറ്റായ വഴികൾ നമുക്ക് വിട്ടുപേക്ഷിക്കാം. നേർവഴിയിലൂടെ പണം സമ്പാദിച്ചിട്ടും എല്ലാം തകർന്ന് ദരിദ്രനായോ നീ വിഷമിക്കണ്ട. നിന്നെ അടുത്ത പടിയിലേക്ക് ഉയർത്തുവാൻ നിൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. അവൻ സർവശക്തനാണ്. ജെറമ്യ 32:27 ഞാൻ സകലമർത്ഥരുടെയും ദൈവമായ കർത്താവല്ലേ, എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദരിദ്രനെ കുപ്പക്കുഴിയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർത്തി സമ്പന്നനാക്കുവാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും വിളിച്ചപേക്ഷിക്കുന്നത്. ആ നാമം, യേശുവിൻ്റെ നാമം. എല്ലാവരും കരമിട്ട് പിടിച്ച് യേശുവിൻ്റെ നാമത്തെ വിളിച്ച് ഒന്ന് സ്തുതിച്ച്, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ എല്ലാ തകർച്ചകളെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ പരാജയങ്ങളെയും, സാമ്പത്തിക പരാജയങ്ങളെയും, കഷ്ടതകളെയും ഒക്കെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് വലിയവനാണ്. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കും, എല്ലാ തകർച്ചയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അമർത്തിക്കുലുക്കി നിറച്ചടന്ന് സമർത്ഥമായിട്ട് തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ഒരു കുഞ്ഞിൻ്റെ കാല് സൗഖ്യം കിട്ടിയ കുഞ്ഞിനെ കൊണ്ടുവരാമോ? മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ കാലിലൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചാണ്. ആ കുഞ്ഞ് നടക്കുമ്പോൾ ഓടുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു വീഴും. കാലിന് ബലക്കുറവ്, കാലിച്ച് തിരിഞ്ഞായിരുന്നത്. കർത്താവ് അത് അപ്പോൾ തന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്. മോളുടെ പേരെന്ന്? അതുല്യ. ആ, ചേച്ചിയുടെ പേരെന്താ? ബിന്ദു. ഈ കുഞ്ഞിന് പ്രധാനപ്പെട്ട കാലിന് എന്തായിരുന്നു പ്രയാസം? കാലിന് നടക്കാൻ വയ്യായി. കാലിന് നടക്കാൻ വയ്യാതെയായി. സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ കൊച്ചു വീഴും. ഉണ്ടോ? സ്റ്റെപ്പ് കയറുമ്പോൾ കൊച്ചു വീഴും. ഓടിയാലും വീഴും അല്ലേ? ഓടിയാൽ തട്ടി വീഴും, ബലമില്ല. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ രണ്ട് കാലിനും ബലക്കുറവായിരുന്നു. പഠിക്കുന്നുണ്ടോ കുഞ്ഞ്? 2ാം ക്ലാസ്സിലേക്ക്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. മോളെ, കൊച്ച സ്റ്റെപ്പ് ഇറങ്ങിക്കാൻ മിടുക്കിയായിട്ട്. ആ, താഴോട്ട് ഇറങ്ങിക്കേ, താഴെ ഇറങ്ങിക്കേ. ആ, മോളൊന്ന് ഓടിക്കേ, പുറകോട്ടൊന്ന് ഓടിക്കേ. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ, വലിയവൻ, ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ. മിടുക്കിയായല്ലോ. ഹല്ലേലൂയ. കാലിനൊക്കെ ബലമായോ? ആരാ സൗഖ്യം തന്നേ? ഈശോ പറഞ്ഞേ. ഈശോ പറഞ്ഞേ. ഈശോ.
ഹല്ലേലൂയ. ജന്മനാ തന്നെ കുഞ്ഞിന് കാല് വയ്യാത്ത കാലമായിരുന്നല്ലേ? ഇവിടെ ജന്മനാ വയ്യാത്ത കാലമാണ്. വീട് അങ്കമാലിലാണ്, ജോലി KSRTCയിലാണ്. ഷൈജു. കൊച്ചിന് 3 മാസം തുടങ്ങി, 3 മാസം എത്തിയപ്പോൾ കൊച്ച് കരച്ചിൽ നിർത്താതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അങ്കമാലിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ ഒന്ന് കണ്ടുപിടിക്കാഞ്ഞിട്ട് PVS ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോൾ കൊച്ചിന് കാല് വളഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത കണ്ടീഷൻ. ഇപ്പം 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചപ്പോൾ കൊച്ചിന് ഡോൺ ബോസ്കോയിലാണ് പഠിക്കുന്നത് അങ്കമാലിൽ. അതിൻ്റെ 2ാമത്തെ നേരാണ് ക്ലാസ്. അപ്പോൾ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ ആന്റണി എന്ന് പറഞ്ഞൊരു ചേട്ടൻ പറഞ്ഞ് വിട്ടതാണ്. സ്റ്റെപ്പ് കയറൂലായിരുന്നു, ഓടുമ്പോൾ വീഴുമായിരുന്നു കൊച്ച്. ഒരു കുഴപ്പമില്ല. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നോക്കുക, ഈ പിതാവിൻ്റെ കണ്ണുനീർ നിങ്ങൾ കണ്ടില്ലേ? നമുക്കറിയാം, നമുക്കൊക്കെ വിവാഹം കഴിച്ചവർക്കറിയാം, നമുക്ക് മക്കളുണ്ടെങ്കിൽ അവർക്കൊരു രോഗം വയ്യാതെയാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒത്തിരി ഭാരപ്പെടുത്തും. ആണോ? നടക്കില്ലാത്ത കുട്ടി, സ്റ്റെപ്പ് കയറത്തില്ല, വീഴുന്നു. സ്കൂളിലാണേലും അല്ലേ, എല്ലാം പ്രയാസത്തിലായിരുന്നു. പക്ഷേ കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ആ കുഞ്ഞിനുവേണ്ടി ആ പ്രാർത്ഥിച്ചു, കടന്നുപോയ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചു, ഈശോ തൊടുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ കരുണയും സ്നേഹവുമാണ് ഓരോ രോഗസൗഖ്യങ്ങളും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് ഈ കുഞ്ഞിനോട് കാണിച്ച വലിയ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. എല്ലാവരും ഒന്ന് കരമെത്തി കുടുംബത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. കർത്താവെ, ഞങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി. കർത്താവ് ഈ കുഞ്ഞിനെ നൽകിയ അത്ഭുത സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ. സൗഖ്യദായകൻ, പാപമോചകൻ. യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു